1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എപ്രകാരമായിരുന്നു? 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും. കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒപ്പുവെച്ച വർഷമേത്? 1989. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഏത് കേസിൻ്റെ വിധിന്യായത്തിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമായ ദളിത് എന്നത് ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ജ്യോതിറാവു ഫുലെ. ഗോത്രവിഭാഗത്തിൽ നിന്ന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തിയാര്? നഞ്ചിയമ്മ. ആരുടെ ജീവചരിത്രമാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ? നിലമ്പൂർ ആയിഷ. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആര്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഇ.കെ. ജാനകി അമ്മാൾ ഏത് ശാസ്ത്രമേഖലയിലാണ് മികവ് തെളിയിച്ചത്? സസ്യശാസ്ത്രം. ഭിന്നശേഷിക്കാരായ അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായികമേളയായ പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷമേത്? 1948. എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 14. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്നനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 15. ആകെ അന്തരീക്ഷവായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര ഉയരം വരെയാണ്? 29 കിലോമീറ്റർ വരെ. മഴവെള്ളത്തിൻ്റെ pH മൂല്യം ഏതളവിൽ കുറവാണെങ്കിലാണ് അതിനെ അമ്ലമഴയായി കണക്കാക്കുന്നത്? 5-ൽ കുറവാണെങ്കിൽ. ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? മീസോസ്ഫിയർ. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ പാളി ഏത്? മീസോസ്ഫിയർ. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അയനോസ്ഫിയർ ഏത് അന്തരീക്ഷപാളിയുടെ ഭാഗമാണ്? തെർമോസ്ഫിയർ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വതനിര ഏത്? അരക്കൻ പർവ്വതനിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിലുള്ള പർവ്വതനിര ഏത്? ഹിന്ദുകുഷ് പർവ്വതനിര. വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ധാതു അധിഷ്ഠിത വ്യവസായം ഏത്? ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം സാധ്യമാക്കിയ ഘടകങ്ങൾ ഏതെല്ലാം? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ M.S. സ്വാമിനാഥൻ. 1970 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കൃഷിശാസ്ത്രജ്ഞനാര്? നോർമൻ ഇ ബോർലോഗ്. ഓക്സ്ഫോർഡ് പ്രോപ്പർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്, UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നിവ ചേർന്ന് സംയുക്തമായി തയ്യാറാക്കിയ ദാരിദ്ര്യം കണക്കാക്കാനുള്ള പുതിയ രീതി ഏത്? ബഹുമുഖ ദാരിദ്ര്യ സൂചിക. സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവനമാർഗം കണ്ടെത്താനുള്ള പദ്ധതി ഏത്? ജീവനം പദ്ധതി. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ഏത്? പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. കേരളത്തെ ഭക്ഷ്യസ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? സുഭിക്ഷ കേരളം പദ്ധതി. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി ഏത്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്ന്? 1998 മെയ് 17. പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 2017-18 മുതൽ കുടുംബശ്രീയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏത്? വിശപ്പുരഹിത കേരളം. ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? 1098. ക്രൈം സ്റ്റോപ്പർ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? 1090.
ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും ശുപാർശ ചെയ്ത 1957 കമ്മിറ്റി ഏത്? ബൽവന്തറായ് മേത്ത കമ്മിറ്റി. ദ്വിതല പഞ്ചായത്ത് ഘടനയും പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതയും ശുപാർശ ചെയ്ത 1978 കമ്മിറ്റി ഏത്? അശോക് മേത്ത കമ്മിറ്റി. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. എത്ര തരത്തിലെ നഗരപാലിക സംവിധാനമാണ് 74ാം ഭരണഘടനാ ഭേദഗതി വിഭാവനം ചെയ്യുന്നത്? 2 തരത്തിലുള്ള നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ: മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും. 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ജനകീയാസൂത്രണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ എത്ര ശതമാനം തുകയാണ് സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി നീക്കിവെക്കുന്നത്? 10%. ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്ന ഭൗതിക സവിശേഷത ഏത്? കൃഷിയിടങ്ങൾ. പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള സർക്കാർ ചെലവ് ഏതിനത്തിൽ പെടുന്നു? വികസന ചെലവ്. മഹാമാരികൾ, പ്രകൃതി ദുരന്തം എന്നിവയെ നേരിടാനുള്ള ചെലവുകൾ ഏതിനത്തിലേതാണ്? വികസനേതര ചെലവ്. കെട്ടിട നികുതി ഏതിനം നികുതിക്ക് ഉദാഹരണമാണ്? പ്രത്യക്ഷ നികുതി. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 112 പ്രകാരമുള്ള രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് എങ്ങനെ അറിയപ്പെടുന്നു? കേന്ദ്ര ബജറ്റ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആര്? ആർ.കെ. ഷൺമുഖം ചെട്ടി. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിക്കുന്ന സമഗ്രമായ സർക്കാർ നയമേത്? ധനനയം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമേത്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഏത് ലോക നേതാവിൻ്റെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം? നെൽസൺ മണ്ടേല. കേരളത്തിലെ ഏത് ഭരണാധികാരികളുടെ നാണയമായിരുന്നു വീരരായൻ പണം? കോഴിക്കോട് സാമൂതിരി. 1919 മെയ് 29 ആരുടെ നേതൃത്വത്തിലാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി എറണാകുളം ജില്ലയിലെ ചേറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്? സഹോദരൻ അയ്യപ്പൻ. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷമേത്? 2013. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചതേത്? 2023. എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നത് എന്തിൻ്റെ സ്മരണാർത്ഥമാണ്? 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിൻ്റെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ച വർഷമേത്? 1918. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? 1957 ഏപ്രിൽ 27. എല്ലാ വർഷവും നിയമസഭാ ദിനമായി ആചരിക്കുന്ന ദിവസമേത്? ഏപ്രിൽ 27. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖലയേത്? സുവർണ ചതുഷ്കോണം. സുവർണ ചതുഷ്കോണം പാത എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു? 12 സംസ്ഥാനങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏത്? ബേപ്പൂർ തിരൂർ, 1861. ജലലഭ്യതയും ഉപഭോഗവും കണക്കാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനാടിസ്ഥാനത്തിൽ രാജ്യത്താദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമേത്? കേരളം. ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ഹരിത കേരളം മിഷൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഇനി ഞാനൊഴുകട്ടെ. ശാസ്ത്രീയ ദ്രവമാലിന്യ പരിപാലന സംവിധാനമൊരുക്കി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമായും വൃത്തിയായും സംരക്ഷിക്കാനുള്ള ജനകീയ ക്യാമ്പയിൻ ഏത്? തെളിനീരൊഴുകും നവകേരളം. സമപന്തിഭോജനത്തിന് നേതൃത്വം നൽകിയ സമത്വ സമാജം സ്ഥാപിച്ചതാര്? അയ്യ വൈകുണ്ഠസ്വാമികൾ. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കാനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളൊരുക്കുന്ന പദ്ധതി ഏത്? തീരമൈത്രി. ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതി ഏത്? കൈവല്യ.
ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യമൊരുക്കുന്ന പദ്ധതി ഏത്? വിദ്യാവാഹിനി. ഗോത്രവിഭാഗത്തിലുള്ള ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ജനനി ജന്മരക്ഷ. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? പ്രതിഭാതീരം. ഗോത്രവിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾക്കായി ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ഗോത്രബന്ധു. ഏറ്റവും തണുപ്പുള്ള ഗ്രഹമായി അറിയപ്പെടുന്നതേത്? യുറാനസ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായി വിവരിച്ച പോളിഷ് ശാസ്ത്രജ്ഞനാര്? നിക്കോളാസ് കോപ്പർനിക്കസ്. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ? ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ. സൗരയൂഥത്തിൽ സൂര്യനു ചുറ്റും പരിക്രമണം ചെയ്യുന്നതും ഗ്രഹങ്ങളേക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കൾ ഏവ? കുള്ളൻ ഗ്രഹങ്ങൾ. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്ന് മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷണങ്ങൾ ഏവ? ഉൽക്കകൾ. 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാക്കുന്ന ബാലവേല നിരോധന നിയമം ഏത് വർഷത്തേതാണ്? 1986. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്താനായി 2015 നിലവിൽ വന്ന നിയമമേത്? ബാലനീതി നിയമം 2015. ലോക ബാലാവകാശ സംരക്ഷണ ദിനമായി ആചരിക്കുന്നതെന്ന്? നവംബർ 20. ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നതെന്ന്? ജൂൺ 12. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ നിയമമേത്? പോക്സോ നിയമം 2012. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി രൂപമെടുത്ത സംസ്ഥാനമേത്? തെലങ്കാന. 2014 ജൂൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഡെക്കാൻ പീഠഭൂമി. മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നിവ എന്തിന് ഉദാഹരണങ്ങളാണ്? പീഠഭൂമികൾ. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഇന്ത്യയിലെ ശൈത്യകാലമേത്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാസങ്ങൾ. ഇന്ത്യയിൽ ഉഷ്ണകാലമായി അറിയപ്പെടുന്നതേത്? മാർച്ച് മുതൽ മെയ് വരെ. പൊങ്കൽ ഏത് സംസ്ഥാനത്തെ പ്രധാന ആഘോഷമാണ്? തമിഴ്നാട്. ബിഹു ഏതു സംസ്ഥാനത്തെ പ്രധാന നൃത്തരൂപമാണ്? അസം. എല്ലാവരും നിയമത്തിനു മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ഇങ്ങനെ പ്രസ്താവിക്കുന്ന തത്വമേത്? നിയമവാഴ്ച. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ഇങ്ങനെ പറഞ്ഞതാര്? ഗാന്ധിജി. 1/4 നൂറ്റാണ്ടു മുൻപ് വറ്റിവരണ്ടുപോയ അട്ടപ്പാടി മേഖലയിലെ ഏതു പുഴയുടെ ഒഴുക്കിനെയാണ് വീണ്ടെടുക്കാനായത്? കൊടുങ്ങരംപള്ളം പുഴ. ഏത് നദിയുടെ പോഷക നദിയാണ് കൊടുങ്ങരംപള്ളം പുഴ? ഭവാനിപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വെമ്പനാട്ടു കായൽ ഏതൊക്കെ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകമേത്? കാർബൺ മോണോക്സൈഡ്. വ്യാവസായിക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്. വാട്ടർ ഗ്യാസിലെ ഘടകങ്ങളേവ? കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ. പ്രൊഡ്യൂസർ ഗ്യാസിലെ ഘടകങ്ങളേവ? കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ. ലോഹനിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന വാതകമേത്? കാർബൺ മോണോക്സൈഡ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകമേത്? കാർബൺ ഡയോക്സൈഡ്. സോഫ്റ്റ് ഡ്രിങ്ക്, സോഡ വാട്ടർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകമേത്? കാർബൺ ഡയോക്സൈഡ്.